രാമപുരം ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കൂറുമാറ്റത്തിന് ജനത്തിന്റെ തിരിച്ചടി. UDFന് വിജയം. BJP രണ്ടാം സ്ഥാനം. LDF മൂന്നാം സ്ഥാനത്ത്. ആകെ 1262 വോട്ടുകളാണ് പോൾ ചെയ്തത്. ജനങ്ങളുടെ അംഗീകാരത്തിന് നന്ദി പറഞ്ഞ UDF സ്ഥാനാർത്ഥി TR രജിത. ഉപതെരഞ്ഞെടുപ്പ് നടന്ന രാമപുരം ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് GB വാർഡിൽ UDFന് വിജയം. LDF സ്ഥാനാർത്ഥി മോളി ജോഷിയെ പരാജയപ്പെടുത്തി UDFിലെ TR രജിതയാണ് വിജയിച്ചത്. 235 വോട്ടുകൾക്കാണ് രജിതയുടെ വിജയം. UDF 581 വോട്ടുകളും BJP 346 വോട്ടുകളും LDF 335 വോട്ടുകളുമാണ് നേടിയത്. ആകെ 1262 വോട്ടുകളാണ് പോൾ ചെയ്തത്. വാർഡ് അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ഷൈനി സന്തോഷിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഷൈനി മുൻധാരണാ പ്രകാരം ടേം പൂർത്തിയായപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനോടൊപ്പം ചേർന്ന് വീണ്ടും പ്രസിഡന്റ് ആവുകയായിരുന്നു. ആദ്യ ടേം ഷൈനിക്കായിരുന്നു പ്രസിഡന്റ് സ്ഥാനം. രണ്ടാം ടൈമിൽ ജോസഫ് ഗ്രൂപ്പിലെ ലിസമ്മ മത്തജിന് കൈമാറണം എന്നതായിരുന്നു UDFിലെ മുൻധാരണ. എന്നാൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ദിവസം 2022 ജൂലൈ 27-ന് ഷൈനി കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിലേക്ക് കൂറുമാറുകയും വീണ്ടും പ്രസിഡന്റ് പദവിയിലെത്തുകയും ചെയ്തു. തിരിച്ചടി നേരിട്ട UDF നിയമ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷൈനിയെ കഴിഞ്ഞ ഫെബ്രുവരി 22-ന് അയോഗ്യയാക്കി. കമ്മീഷൻ വിധിക്കെതിരെ ഷൈനി സന്തോഷ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചു. ഷൈനി സന്തോഷിനെ അയോഗ്യയാക്കിയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധി കേരള ഹൈക്കോടതി ശരിവെച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷൈനിയെ അയോഗ്യയാക്കി പ്രഖ്യാപിക്കുകയും 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. 18-അംഗ പഞ്ചായത്തിൽ LDFന് 7-ഉം UDFന് 8-ഉം BJP 3 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവുമായി രാമപുരം ടൗൺ ചുറ്റി ജംഗ്ഷനിലെത്തി ആഹ്ലാദ പ്രകടനം നടത്തി. കൂറുമാറ്റത്തിന് ജനത്തിന്റെ തിരിച്ചടിയെന്ന് ബിജു പുന്നത്താനം പറഞ്ഞു. കോട്ടയം ജില്ലയിൽ നടന്ന ഏക ഉപതെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാമപുരത്ത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 256 വോട്ടിന്റെ ഉജ്ജ്വല വിജയം നൽകിയ ജനങ്ങളുടെ അംഗീകാരത്തിന് നന്ദി പറഞ്ഞു വിജയിച്ച UDF സ്ഥാനാർത്ഥി TR രജിത. ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനുവേണ്ടി എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇത് UDFിന്റെ വിജയമാണ്. UDF പ്രവർത്തകരും ആഹ്ലാദ പ്രകടനത്തിൽ പങ്കാളികളായി. ഐഫോറിയ ന്യൂസ്, പാല.